ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാള ഞാനിങ്ങനെ പൊരിച്ചാണ് എടുക്കുന്നത്. നമ്മൾ നല്ലൊരു ഓയിലിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചിട്ട് എടുക്കുകയാണ്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെയല്ല, ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 7ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ സവാള ഉണ്ടായിരുന്നു, അത് 3/4 ഭാഗത്തോളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പച്ചമുളകും അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൗഡേഴ്സ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പച്ചമുളകൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതലാവുന്നൊരു മുളക് പൊടീൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് തൈര്, ഒരു 1/2 കപ്പോളം തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്, സൺഫ്ലവർ ഓയിൽ. ഏത് ഓയിലായാലും പ്രശ്നമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇതൊരു 10-15 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല, നമുക്ക് ഉടനെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ബിരിയാണി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും മസാല ഒക്കെ ചേർത്ത് വെച്ചത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സാധാ ചിക്കൻ ബിരിയാണിക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ ഇത് ഒരു വട്ടം കഴിച്ചാൽ മതി, നമ്മൾ വീണ്ടും തയ്യാറാക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കബ്സ റൈസാണ് എടുത്തിട്ടുള്ളത്. കബ്സ റൈസ് തന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സാധാ ബിരിയാണി അല്ലല്ലോ, വളരെ വ്യത്യസ്തമായിട്ട് ഹൈദരാബാദി അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അരി തന്നെ നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ ബിരിയാണി കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്
ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഉണ്ട്. ആ റൈസ് നമുക്കിതിലോട്ട് ഒരു നമുക്ക് ജസ്റ്റ് 2 കപ്പോളം നമ്മളെ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റൈസ് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത കളറിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 2 കപ്പോളം റൈസ് ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 കളേഴ്സ് റൈസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കാണാൻ ഇങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല വീഡിയോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ റൈസും മസാലയൊക്കെ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസുകളുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മൾ കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കുന്നതാവും നമ്മുടെ സാധനങ്ങളെ ചിലവുകളൊക്കെ ചുരുങ്ങും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്